വെച്ചാൽ ഇന്നൊരു ഹോം ടൂറാണ് ഗൈസ്. അപ്പോൾ ഇത് ഇന്ന് വെക്കേഷനൊക്കെ അല്ലേ, അത് കാരണം ഞാൻ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ ഹോം ടൂർ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ ഞാനില്ലെങ്കിൽ അച്ഛൻ്റെ അവിടെ ആയിരിക്കും. ഇത് അമ്മമ്മയുടെ വീടാണ്. അപ്പോൾ ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് പകുതി മുക്കാൽ വീഡിയോസ് ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ നിങ്ങളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം. അപ്പോൾ എന്താ പറയുക, അച്ഛൻ്റെ വീട്ടിലാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ടയേർഡാകും, ആകെ വൈകുന്നേരം ആകും, പിന്നെ വീഡിയോ ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ഗേറ്റ് വാ, സിറ്റ് ഔട്ട്. ഇതാണ് സിറ്റ് ഔട്ട്. ഇവിടെ കാർ പോർട്സ് ഉണ്ട്. അപ്പോൾ മാമൻ കമ്പനിയിലോട്ട് പോകുമ്പോൾ കാറ് കൊണ്ടുപോയി. അത് കാരണം നമ്മുടെ സ്കൂട്ടി മാത്രമേ നിർത്തിയിട്ടുള്ളൂ ഗൈസ്. പിന്നെ ഇതിവിടെ ഉമ്മർത്ത് സ്റ്റാർ ക്രിസ്മസിന് തൂക്കിയതാണ്, അഴിച്ചു വെച്ചിട്ടില്ല. പിന്നെ ഇതിവിടെ എന്താ പറയുക, നിലവിളക്ക് ഉണ്ട് ഗൈസ്, തൂക്ക് വിളക്ക്. പിന്നെ ഇവിടെ കാഷ്വലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 ചെയർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് പോകാം ഗൈസ്. ഇതാണ് ഹാള് കേട്ടോ. അത് ജസ്റ്റ് പാസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇവിടെ 3 റൂം ഉണ്ട് ഗൈസ്. അതില് ഇവിടെ ടി വി വെച്ച റൂം, ഇവിടെ ഒരു നാട്ടു റൂം, പിന്നെ ഇതാണ് മാമന്റെ റൂം ഗൈസ്. അങ്ങനെ 3 റൂമാണ് ഉള്ളത്. പിന്നെ ഇതിപ്പോ ഇവിടെ ഡ്രീം ക്യാച്ചറും, പിന്നെ ഇത് ഒരു കുഞ്ഞു ലാമ്പ്, പിന്നെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ലാമ്പ്, പിന്നെ ടീ ചെയിൻ വെക്കാനുള്ള സംഭവങ്ങൾ എല്ലാം. പിന്നെ ഇതൊക്കെ മാമന്റെ വകയാണ് കേട്ടോ ഗൈസ്. മാമൻ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നും എല്ലാത്തിനും ഇങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. പിന്നെ നമുക്കിനി ഹാളിലോട്ട് പോകാം ഗൈസ്. പോണ വഴിക്ക് ഇവിടെ ഒരു കുഞ്ഞു ടേബിൾ ഉണ്ട്, അച്ഛൻ്റെ ഡ്രസ്സ് മാമ്മയുടെയൊക്കെ വെക്കാൻ. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ ഇവിടെ രണ്ട് അച്ഛന്മാരുടെ ഫോട്ടോ ഒക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാമ വാങ്ങിയ പിക്ചറാണ് ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ വാതിൽ തുറക്കണ വഴിക്കുന്നത് പക്ഷെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്കിനി ഈ റൂമിലോട്ട് പോകാം. ഇതാണ് എന്താണ് ലിവിംഗ് റൂം ഗൈസ്. അപ്പോൾ ഇവിടെ TV സ്റ്റാൻഡും ടിവിയും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇനോഗ്രേഷൻ ചെയ്തെടുത്താണ് കേട്ടോ. ഇതൊക്കെ റെനോവേഷൻ ചെയ്തെടുത്താണ് കേട്ടോ. ഫസ്റ്റ് ഒന്നും TV സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പോൾ പുതുതായിട്ട് എടുത്താണ്. പിന്നെ ഇത് ടൈൽസ് അല്ല കേട്ടോ, ഇത് മാർബിൾ എന്തായിരുന്നു, ഇത് പ്ലൈവുഡ് ആണ് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോസും, പിന്നെ ഇത് ഞങ്ങളുടെ 4 പേരുടെ ഫോട്ടോസ്, പിന്നെ ഇവിടെ ട്രോഫി, പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂസ് പേപ്പറും ഒക്കെ വായിക്കാൻ വേണ്ടി ഇവിടെ വെക്കാറുണ്ട്. പിന്നെ ഇവിടെ 3 ഷെൽഫ് ഉണ്ട് ഗൈസ്. ഇവിടെ പൂജാമുറി പോലെ ഇവിടെ ഷെൽഫിൽ ദൈവ ഫോട്ടോസും ഒക്കെ വെക്കാറുണ്ട്. പിന്നെ ഇത് ഇവിടെ എൻ്റെ ആർട്ട് വർക്ക്സ് ആണ് കേട്ടോ ഗൈസ്. ഞാൻ 6th-ലോ 7th-ലോ മറ്റേ ചെയ്തതാണ്. ബീർ ബോട്ടിലെ പെയിന്റ് ഒക്കെ അടിച്ച് ജസ്റ്റ് ഇത് മാർക്കർ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് ദക്ഷൻ്റെ ഒരു കുഞ്ഞു ബൊമ്മയുണ്ട് കേട്ടോ ഗൈസ്. അവള് വെറുതെ ഈ ബൊമ്മ എടുത്ത് എന്നെ ദേഷ്യപ്പെടുത്തും. അപ്പം അത് കാരണം ഞാൻ മുകളിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാണ്. പിന്നെ ഇവിടെ കർട്ടൻ്റെ ഇടയിലൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ബൊമ്മയിന്. എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട് വേറെ ബൊമ്മയൊക്കെ. അതൊക്കെ ദക്ഷിണ ഇപ്പം കാണിച്ച് അവൾ എടുക്കും ഗൈസ്. അത് കാരണം നമുക്ക് അവിടെ തന്നെ വെക്കാം. ഈ റൂമിലാണ് ഗൈസ് ഞങ്ങൾ മിക്കവാറും TV ഒക്കെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യാറ്. പിന്നെ ഞാൻ TV ഒക്കെ കണ്ട് അങ്ങനെ ദിവാനി കടന്ന് അങ്ങനെ ഉറങ്ങും ഗൈസ്. പിന്നെ റൂമിലൊന്നും ഞങ്ങൾ അങ്ങനെ അധികം കിടക്കാറൊന്നും ഇല്ല. ഇവിടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കിടക്കാറുള്ളത്. പിന്നെ ഇവിടെ ഒരു സെറ്റി, ഇവിടെ ഒരു ദിവാന്, പിന്നെ അവിടെ ഒരു സെറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ദക്ഷുവിൻ്റെ ഒരു കുഞ്ഞു ചെയറാണ് കേട്ടോ ഗൈസ്. ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, അവൾക്ക് 2 വയസ്സോ എത്രയോ ഉള്ളുമ്പോൾ വാങ്ങിയതാണ് ചെയർ. പുതിയ അതിൻ്റെ ഒരു ചെവിയൊക്കെ അവൾ പൊട്ടിച്ചു കേട്ടോ. അവൾക്ക് എന്താ ദേഷ്യം വന്നിട്ട് പൊട്ടിച്ചാണ്. അവളുടെ ബർത്ത്ഡേക്ക് എന്തോ മുട്ടായി വാങ്ങിയില്ലെന്നോ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചാണ് ഗൈസ്. പിന്നെ കല്യാണത്തിനോ മറ്റെന്തോ 15 വർഷം മുമ്പ് എത്ര വർഷം മുമ്പ് ഉള്ള കിട്ടിയതാണ് ഫ്ലവർ വേസ്. ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് കൊടുത്താണെന്നോ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കഥയൊന്നും അറിയില്ല. അപ്പം ഞാൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് ഈ ഫ്ലവർ വേസിൻ്റെ കഥ ഞാൻ പറയാം ഗൈസ്. അപ്പോൾ എന്താണ് പറയുക, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പറയാം. നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. പിന്നെ പറഞ്ഞ പോലെ ഇത് 2 ഇവിടെ ഷെൽഫും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഗസ്റ്റുകൾ വന്ന് അത്യാവശ്യം ഇരിക്കാൻ ചെയറൊക്കെ ഉണ്ട്. ഇവിടെ ചെയർ അത്യാവശ്യം 1-2 ഒക്കെ ഹാളിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ റൂമിലോട്ട് പോവാം ഗൈസ്. ഈ റൂമിലാണ് ഗൈസ് ഞാൻ മിക്കവാറും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഞാൻ ഇതിനു മുമ്പ് മോർണിംഗ്
റൊട്ടീൻ ഇട്ടുണ്ടായിരുന്നു. അത് ഇത് ഈ അൽമാറിന്റെ ഉമ്മത്തിനാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ പണ്ടത്തെ അൽമാറയാണ്. അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴോ ഞങ്ങള് പ്രസവിക്കുമ്പോഴോ എപ്പോഴോ അമ്മമ്മ കൊടുത്തയച്ചാണെന്നോ എന്തൊക്കെ പറയുന്നു. സോറി അല്ലേ, സോറി ഗൈസ്, ഞാൻ പറഞ്ഞ കഥ വേറെയാണ്. അത് അവിടെ കണ്ണാടിയിലുള്ളതാണ് കേട്ടോ, വേറെ അലമാറ. ഇത് വന്നിട്ട് മുത്തശ്ശൻ വാങ്ങിക്കൊടുത്താണെന്നോ, പണ്ടത്തെ വീട് ഓപ്പണിങ്ങിന് മുത്തശ്ശൻ വാങ്ങിക്കൊടുത്താണ് കേട്ടോ ഈ അലമാറ. നല്ല കാലങ്ങൾ പഴക്കമുണ്ട്, 20 വർഷം എത്രയായിട്ടോ ഗൈസ്. ഇതിന്റെ ഉമ്മർത്ത് വെച്ച് മോർണിംഗ് റൊട്ടീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഗൈസ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ പിന്നെ ഇത് ദക്ഷുവിന്റെ ഒരു വാട്ടർ ബോട്ടിൽ. ഇത് എപ്പോഴാണ് LKG UKG പഠിക്കുമ്പോഴാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് അവള് കണ്ടായിട്ട് വേണം പറയും, ഞാൻ കാണാണ്ട് ഇങ്ങനെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. വീട്ടില് ഉള്ള എല്ലാ സാധനങ്ങളും, 15 സാധനങ്ങൾക്കും നല്ല പഴക്കമുണ്ട്. കാരണം ഞാനൊന്നും അധികം കേട് വരുത്താറില്ല, ദക്ഷാണ് എല്ലാം പൊട്ടിക്കാറുള്ളത്. പിന്നെ ഇത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ അമ്മമ്മടിയും ഒക്കെ ഡ്രസ്സൊക്കെ വെക്കണ ഒരു. പിന്നെ ഇത് ഹെഡ്ഫോണും ഇവിടെ എൻ്റെ സ്മാർട്ട് വാച്ചിന്റെ ചാർജറും ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതേ നമ്മുടെ ഒരു ബാഗ്, പിന്നെ അയൺ ബോക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെക്കുന്ന ടേബിളാണിത്. പിന്നെ അമ്മമ്മയുടെ സാരിയും ഒക്കെ വെക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഒന്നും നോക്കണ്ട, അവിടെ ഗൈസ്. അപ്പൊ ഞങ്ങൾ വന്ന ഇവിടെ മൊത്തം അലങ്കോലമായി കിടക്കരുത് കണ്ട, ഡ്രസ്സൊക്കെ ആയിട്ട്. അപ്പൊ ഇത് ഞങ്ങളുടെ റൂം മീൻസ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ അങ്ങനെ അലങ്കോലാക്കിയിടും. ആക്ച്വലി ഇത് അമ്മമ്മയുടെ സാരി സ്റ്റാൻഡാണ്. പോയി ഇത് ഞങ്ങളുടെ ഡ്രസ്സും ഉടുപ്പും ഒക്കെയാണ് വെക്കുന്നത്. പിന്നെ ഇവിടെ ഈ ബെഡിൽ അങ്ങനെ അധികം ആരും കിടക്കാറില്ല. ഞാൻ ചിലപ്പോൾ വന്ന ടി വി എന്താ പറയുക, കറണ്ടൊക്കെ പോയാൽ ഞാൻ ചിലപ്പോൾ ഇവിടെയാണ് കിടക്കാറ്. പിന്നെ ഇവിടെ റഫ്യൂസിന് വേണ്ടി 3 ഷെൽഫ് ഉണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും അടിയിൽ തുണി വെക്കാനും, പിന്നെ ഇവിടെ ക്ലിപ്പ്, പിന്നെ പൗഡർ, മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു ഇതുണ്ട്, ഷെൽഫ് ഉണ്ട്. പിന്നെ മുകളിൽ അങ്ങനെ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല, ഓർണമെന്റ്സ് ഒക്കെ വെക്കാൻ. പിന്നെ വള സ്റ്റാൻഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് വേറെ റൂമിലോട്ട് പോവാം. ഇവിടെ പ്രത്യേകിച്ച് അത്ര ഒന്നും ഇല്ല ഗൈസ്. ഇനി നമുക്ക് മാമന്റെ റൂമിലോട്ട് പോവാം. ചൂട് സമയങ്ങളിലൊക്കെ, അതായത് ഈ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ മിക്കവാറും ഈ റൂമിലും ആ റൂമിലൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാറ്. പിന്നെ ആ TV വെച്ച റൂം നല്ല തണുപ്പാണ്. പിന്നെ ഈ റൂം അത്ര യൂസ് ചെയ്യാറില്ല കേട്ടോ. ഈ റൂം വന്നിട്ട് നല്ല ചൂടായിരിക്കും. പിന്നെ ഈ റൂം മാമന്റെ റൂമിൽ വന്നിട്ട് AC ഒക്കെ ഉള്ളത് കാരണം ഞങ്ങൾ ഈ റൂമിലാണ് മിക്കവാറും ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. ഗൈസ്, അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലതാ. അവിടെ ഒരു 3 പിക്ചറും മാമന് എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ ഗൈസ്. 3 പിക്ചർ. പിന്നെ ഇവിടെ AC റിമോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കട്ടില്. പിന്നെ ഇവിടെ മാമന്റെ കുറെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അലക്കാനുള്ളതാണോ എന്ന് ആർക്കറിയാം, ആയിരിക്കും. പിന്നെ ഇവിടെ ഞാൻ മിക്കവാറും വന്നാലൊക്കെ ഇവിടെയാണ് സ്റ്റഡി ചെയ്യാനിരിക്കുക കേട്ടോ ഗൈസ്. ഇവിടെ ഞാൻ പഠിക്കാനിരിക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയുക, ടേബിൾ മേറ്റ് പോലത്തെ ഒരു ഇതാണ് ഇത്. പിന്നെ ഇതിങ്ങനെ മടക്കി വെക്കാനും ഒക്കെ പറ്റും, അങ്ങനത്തെ ഒരു ഇതാണ് ഗൈസ്. പിന്നെ ഇവിടെ ചെയറിട്ടത് ഞാനിവിടെയാണ് പഠിക്കാറിരിക്കാറ്. പിന്നെ ഇത് വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ലാത്ത ഗൈസ്, അത് നിങ്ങൾ സീനാക്കണ്ട. പിന്നെ 3 ഷെൽഫ് ഉണ്ട്. അതിൽ ഇവിടെ റഫ്യൂസ് ചെയ്യാൻ സാധനങ്ങളും, പിന്നെ ഇവിടെ മാമന്റെ ഡ്രസ്സും, പിന്നെ അവിടെ ഇത് അതൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഇത് ഒരു മിക്കി മൗസിന്റെ കീ ഇടുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞു ലാമ്പ്, കത്തില്ല, രാത്രി മാത്രമേ കത്തുള്ളൂ കേട്ടോ ഗൈസ്. അല്ല, കത്തുണ്ട് ഗൈസ്. പിന്നെ മാമന്റെ ഐഡന്റി കാർഡ് ഉണ്ട് കമ്പനിത്തെ. പിന്നെ ഇവിടെ ഒരു സാംസങ്, മാമ ഫോണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്, സാംസങ് ഗാലക്സിന്റെ എന്തോ ആണ്. അപ്പൊ അതിന്റെ കവറാണിത്. പിന്നെ ഇത് ഒരു ടേബിൾ. ഇത് വന്നിട്ട് എന്താ പറയാ, അപ്പോ ഈ ലൈറ്റ് ഓഫ് ചെയ്തില്ല. ഇത് വന്നിട്ട് നമ്മൾ റെഡി ആവാനും ഒക്കെ ഉള്ളതാണ്. പിന്നെ വന്നിട്ട് ഇതിൽ മൊത്തം ലോട്ടറി സാധനങ്ങളാണ് കേട്ടോ ഗൈസ്. മാമ കൂടുതൽ ലോട്ടറി വാങ്ങാറുണ്ട്. അപ്പോൾ ലോട്ടറി ഒക്കെ ആണ് ഇതിൽ. പിന്നെ ഇത് ചന്ദനവും കൺമഷി വെച്ച് കുറിയിടാനും, പിന്നെ മാമന്റെ ഫേസ് വാഷും, പിന്നെ പൗഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചർ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇവിടുത്തെ വാച്ച് പുറത്ത് തൂക്കിയതാണ് കേട്ടോ ഗൈസ്, വാച്ച് കേടാകുമ്പോൾ. പിന്നെ ഈ പിക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ, നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് 3 ഫോട്ടോസ്. പിന്നെ ഇവിടെ AC വരുന്നുണ്ട്. AC ഒക്കെ ഇപ്പോൾ പുതുതായി വാങ്ങിയതാണ് കേട്ടോ. 2 വർഷം അല്ല, 1 വർഷം 2 വർഷമായി AC വാങ്ങിയിട്ട്. പിന്നെ ഇനി ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ ഇപ്പോൾ റിനോവേഷൻ ചെയ്തെടുത്താണ്. ഫസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ ഇവിടെ ഈ ബെഡിന്റെ ഇവിടെ മുകളിലായിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, പ്ലഗ്. ഇവിടെ ചാർജ് ചെയ്ത് വെക്കാറ് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ റിമോട്ടും
കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പ്രത്യേകിച്ച് ഈ റൂമിലൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ സെൻസേഡിന്റെ മുകളിലാണ് ഇവിടെ കൂടുതൽ ഞങ്ങളുടെ എന്താ പറയുക ബാഗും പഴയ ബുക്കുകളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അവിടെ സെൻസേഡിന്റെ മുകളിൽ വൃത്തിയില്ല, കാരണം ഇപ്പൊ കാണിക്കുന്നില്ല ഗൈസ്. ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം ഗൈസ്, കിച്ചണിലോട്ട് പോകാം. ഗൈസ് ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ കണ്ണല്ല ഹാള് ജസ്റ്റ് പാസ് ചെയ്ത് പോകാനുള്ളൊരു ഹാൾ മാത്രമാണ്, അത് അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഇത് ജസ്റ്റ് ഒരാൾ രണ്ടുപേരും മാത്രമേ കഴിക്കാറുള്ളൂ ഇവിടെ. ഞങ്ങളൊക്കെ മിക്കവാറും അവിടെ ടി വി വെച്ച റൂമിലോ സിറ്റ് ഔട്ടിലോ അവിടെയൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കാൻ. എനിക്ക് ഇഷ്ടമല്ല അവിടെ ഇരുന്ന് കഴിക്കാൻ. പിന്നെ അവിടെ പിന്നെ പ്ലേറ്റും ഒരു കുപ്പി ഗ്ലാസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ, ഫ്രിഡ്ജ് പിന്നെ എല്ലാവരും ഉണ്ടാവുന്നതാണല്ലോ ഗൈസ്. ഫ്രിഡ്ജ് പിന്നെ ഇത് ഫ്രിഡ്ജ് വാങ്ങിയിട്ട് കുറേ ആയിട്ടോ, ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ട് എപ്പോഴും വാങ്ങിയതാണ് ഗൈസ്. പിന്നെ ഇതാണ് കിച്ചൺ കേട്ടോ. കിച്ചൺ അങ്ങനെ ക്ലീൻ അല്ല, അപ്പം അമ്മ പണിചേരി പോയതേ ഉള്ളൂ. അപ്പോൾ കിച്ചൺ അങ്ങനെ ക്ലീൻ അല്ല. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ അമ്മ തുണി ഇറക്കി കഴിയുമെന്ന് തോന്നുന്നു, അതാണ് ഇപ്പോൾ കവർ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അത്യാവശ്യം യൂസ് ചെയ്യേണ്ട വാഷിംഗ് മെഷീനിൽ വേണ്ട ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഹാൻഡ് വാഷ്, പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് വാഷ് ബേസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു ഹാൻഡ് വാഷും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ തുടക്കേണ്ട ലൈസോള്, ലിക്വിഡ്, സോപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഇവിടെ ഗ്യാസ് സ്റ്റവും പിന്നെ അത്യാവശ്യം വേണ്ട ഇത് എന്താ പറയുക മഞ്ഞപ്പൊടി, മുളകുപൊടി, പഞ്ചസാര, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ പഞ്ചസാര എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് അടുക്കള ഇനിയും കുറച്ച് റിനോവേറ്റ് ചെയ്യാനുണ്ട്. ഷെൽഫൊന്നും വെച്ചിട്ടില്ല ഗൈസ്, അത് കാരണം ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ അടുക്കളയിൽ കുറച്ച് വെച്ചിട്ടുണ്ട്, അത് കാരണം അങ്ങനെ തട്ടിക്കൂട്ടി അങ്ങനെ പോകുന്നത്. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം ഗൈസ്. ഇവിടെ അങ്ങനെ അത്ര ക്ലീൻ അല്ല, അത് കാരണം നമുക്ക് ഇനി ഇവിടെ ഇങ്ങോട്ട് പോകാം. ഇത് ഗൈസ് വർക്ക് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ പാത്ര സ്റ്റാൻഡ് ഉണ്ട്, അത്യാവശ്യം പ്ലേറ്റും സ്പൂണും കയ്യിലൊക്കെ വെക്കാൻ അത്യാവശ്യം വെക്കാൻ. പിന്നെ ഇവിടെ ഒരു സിങ്ക് ഉണ്ട് പാത്രം കഴുകാൻ കേട്ടോ. പിന്നെ ഇത് ജെല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ, ഇനി റിനോവേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഷെൽഫൊക്കെ വെക്കണം, ഷെൽഫൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അടുക്കളയിൽ ഇനിയും പണികളുണ്ട് ബാക്കി. പിന്നെ ഇത് വാതിൽക്കകത്തിന് അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇപ്പുറത്തൊരു വാഷ്റൂം ഉണ്ട്, അതിൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇത്രയും ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ജെല്ലിൻ്റെ അവിടെ കപ്പലമുളക്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഒക്കെ വരുന്നുണ്ട്, അതൊന്നും നിങ്ങൾ സീനാക്കണം കേട്ടോ ഗൈസ്. പിന്നെ ഇതൊക്കെ തന്നെ, ഇത്രയൊക്കെ തന്നെ ഹോം ടൂർ. ബെഡ്റൂം, പിന്നെ 2 കിച്ചണും, ഒരു കിച്ചണും പിന്നെ ഒരു ഡൈനിങ്. പിന്നെ കിച്ചൺ ഏരിയയിലൊന്ന് പകുതി റിനോവേഷൻ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ തന്നെ വീഡിയോ എടുത്തു കേട്ടോ. അവിടെ അടുക്കളയിൽ പണി ഫുള്ളാകുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് പോയാലോ എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ ഗൈസ്. അവിടെ കിച്ചണിൽ റിനോവേഷൻ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടി ഉണ്ട്. പിന്നെ അവിടെ കിച്ചണിൻ്റെ വെളിയിൽ ഒരു വാഷ്റൂം ഉണ്ട്, അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തായിരുന്നു ഒരു ഹോം ടൂർ, അത് കാരണം അടുക്കളയൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല, അത് കാരണം നിങ്ങളൊന്നും വിചാരിക്കരുത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഹോം ടൂർ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ.